സർക്കാരിന്റെ വഖഫ് ബില്ലിനെതിരെ ലോക്സഭയിൽ ആഞ്ഞടിച്ച് കെ.സി. വേണുഗോപാൽ. വഖഫ് ഭേദഗതി ബില്ലിനെതിരെ കെ.സി. വേണുഗോപാൽ ലോക്സഭയിൽ നടത്തിയ പ്രസംഗം ഇങ്ങനെയായിരുന്നു. കാര്യം ചോദിച്ചോട്ടെ, ഗുരുവായൂർ ക്ഷേത്രം ദേവസ്വം ബോർഡിൽ ഒരു അഹിന്ദുവിനെ ഇരുത്താൻ നിങ്ങൾ സമ്മതിക്കുമോ? അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ ഭാഗമായി ഒരു അഹിന്ദുവിനെ ഭരണസമിതിയിൽ ഇരുത്തുന്നത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ സാധിക്കും? വഖഫ് ബോർഡിൽ നോൺ മുസ്ലിങ്ങളെ ഇരുത്തണമെന്ന വാദം ഇതുപോലെയുള്ള ബലിശവും അവരുടെ വിശ്വാസങ്ങൾക്ക് മേലുള്ള കടന്നാക്രമണവുമാണ്. ഇത് ഭരണഘടന നൽകുന്ന വിശ്വാസ സ്വാതന്ത്ര്യത്തിനെതിരാണ്, ഭരണഘടനയ്ക്കെതിരെയുള്ള ആക്രമണമാണ്. ഇന്ന് നിങ്ങൾ മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നു, നാളെ ചിലപ്പോൾ ക്രിസ്ത്യാനികളെയാകാം, പിറ്റേന്ന് ജൈനരെയാകാം, പിറ്റേന്ന് പാസികളെയാവാം. നോക്കൂ, ഞാൻ ഹിന്ദുവാണ്, ഞങ്ങൾ എല്ലാവരുടെയും വിശ്വാസങ്ങളെ ബഹുമാനിക്കുന്നു. ഈ ബിൽ കൊണ്ടുവരുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പിൽ കണ്ടായിരിക്കാം. പക്ഷേ ഇതിന് മറുപടി ഇന്ത്യക്കാർ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞതാണ്. ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റത്തിനെതിരെയുള്ള ആക്രമണമാണിത്. മതങ്ങളെ തമ്മിൽ തെറ്റിച്ച് വലിയ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. വഖഫ് യൂസർ എന്ന ഭാഗം എടുത്ത് കളയണമെന്നാണ് നിങ്ങൾ പറയുന്നത്. നോക്കൂ, പാർലമെന്റിന്റെ അടുത്തുള്ളൊരു മുസ്ലിം പള്ളിയുണ്ട്. പള്ളിക്ക് കുറഞ്ഞത് 200 കൊല്ലത്തിലധികം പഴക്കമുണ്ട്. പുതിയ ക്ലോസ് വഴി ആ പള്ളിയടക്കം ഇന്ത്യയിലെ ആയിരക്കണക്കിന് പള്ളികളെ നിങ്ങൾ തർക്കഭൂമിയാക്കി മാറ്റും. ഒന്ന് മനസ്സിലാക്കുക, എല്ലാവരും നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിൽ വിശ്വസിക്കുന്നു. എല്ലാവരുടെയും വിശ്വാസങ്ങളെ പരസ്പരം അംഗീകരിക്കുക. ഇതാണ് ലോക്സഭയിൽ കഴിഞ്ഞ ദിവസം കെ.സി. വേണുഗോപാൽ എം.പി നടത്തിയ പ്രസംഗം.